ഹലോ സർ, അല്ല മിസ് ഇപ്പൊ വരാന്ന് പറഞ്ഞതാണ്. ജസ്റ്റ് വൺസ് ഒരു 2 minutes ഞാൻ ഇപ്പം വരാം. ഓക്കെ വെയിറ്റ് ചെയ്യാം മാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാം. ഇപ്പൊ ലേറ്റ് ആയി ജോയിൻ ചെയ്തവർക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ഇന്നലത്തെ വീഡിയോ റെക്കോർഡ് ചെയ്തത് നിങ്ങൾക്ക് അയച്ചു തരാം. അത് ഒന്ന് എഡിറ്റിംഗ് ചെയ്തിട്ട് വേണം അയക്കാനായിട്ട്. അല്ലെ അമൽ സാറ് അയച്ചിട്ടില്ലല്ലോ നമ്മളത്? ഇല്ല, അയച്ചില്ല. നാളത്തെ കൂടെ കഴിഞ്ഞിട്ട് വേണേ ഒരുമിച്ചോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. കമ്പൈൽ ചെയ്തിട്ട് ഓക്കെ. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നുള്ളത് ആയിട്ട് അയക്കാം. ചെറിയ ലാസ്റ്റും ഫസ്റ്റിലൊരു നമുക്ക് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടാവും കുറച്ച്. അപ്പൊ അതുകൊണ്ട് ഓക്കെ. ഓക്കെ അഫ്ല സമീൽ ചെയ്ത് നോക്കിയായിരുന്നു. ഓക്കെ മാം, സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ കാണാമോ? Is it clear? കാണാം. Okay. അപ്പോൾ so we shall start. പിൻ ചെയ്യേണ്ടി വരും എല്ലാവരും ഒന്ന്. ഇത് ക്ലിയർ ആണ്? സ്ക്രീൻ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ചിലപ്പോൾ ആ സ്ക്രീൻ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവരാണ് ആ പിൻ ചെയ്താൽ മതി. ആ പർട്ടിക്കുലർ സ്ക്രീൻ നമുക്ക് ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിരിക്കും. പിന്നിന്റെ ഓപ്ഷൻ ഉണ്ടാവും, അതോടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ. സോ ഞാൻ ഏറ്റവും എലിമെന്ററി ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് നമ്മളിപ്പം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഒരു ഫോമാറ്റ് നമ്മൾ ഇവിടെ അഡോപ്റ്റ് ചെയ്തിട്ടില്ല. ഒരു സാധാരണ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഒരു സിംഗിൾ പേജിൽ, ഒരു ഫുൾ പേജിൽ 1 കോളം ആയിട്ട് നമ്മൾ ഒരു ആർട്ടിക്കിൾ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആദ്യം കാണുന്നത്. അപ്പൊ ഇവിടെ ആസ് ഐ ടോൾഡ് യു, the starting point is \document class article. That is always the first command to start with. Then I told you in the last class, the actual text starts with \begin document. The environment is complete with \end document. So \begin document, and then comes, you can see this highlighted portion, \end document. So with this \end document, the text of the article will be complete. And you can see that there are a few things written below this \end document, and that will not be compiled. ഈ end document തൊട്ട് മുമ്പ് you can see \n the bibliography. ആ ബിബ്ലിയോഗ്രഫിയിലാണ് ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ PDF ഔട്ട്പുട്ട് കാണാം. ആ ബിബ്ലിയോഗ്രഫിയിലാണ് നമ്മളുടെ എന്താണ് PDF ഔട്ട്പുട്ട് എൻഡ് ചെയ്യുന്നത്. And nothing that is written below this \end document will appear in this compilation procedure or in the final output. So that's one thing that you can notice here. Then, so this is our text. Now, in between this \begin document and \documentation class article, we have this preamble. This is a preamble portion. And in this preamble, we will list out all the required packages. ഈ ഡോക്യുമെന്റിനകത്ത് ഈ ഡോക്യുമെന്റ് കമ്പൈൽ ചെയ്യാൻ വേണ്ടി ടൈപ്പ് ചെയ്യാൻ ആക്ച്വലി നമുക്ക് പാക്കേജിന്റെ ഒന്നും ആവശ്യമില്ല. ടൈപ്പ് ചെയ്യാൻ നമുക്ക് ടൈപ്പ് ചെയ്ത് പോവാം. But if it has to be compiled, we should have certain packages in the background. നമ്മളുടെ മൈടെക്കിനകത്ത് ഈ പാക്കേജസ് ഒക്കെ പല പാക്കേജസും ഓൾറെഡി ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവില്ല. സോ മൈടെക്കിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടും നമ്മളുടെ ഈ ഒരു എന്താണ് ഒരു ഫയലിനകത്തോട്ട് ഇത് കൊണ്ടുവന്നിട്ടാൽ മാത്രമേ നമുക്ക് ആ സമയത്ത് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ യു ഹാവ് ടു pick the required packages and you have to paste it or you have to type it in this preamble portion. So this is the most important portion, one of the most important portions of any LaTeX document, the preamble, in which we list out the required packages. And of course, the title, author, date, all these things can be written in the preamble itself, and which is called into action by using this
/make title argument. Can you see this /make title argument? So this is a command that is used to call this particular title and name into an article or into a text that we need as an output. Okay, അപ്പോൾ ഇവിടെ ഞാൻ /title എന്നുള്ളത് എൻ്റെ സാമ്പിളിലെ ടൈറ്റിൽ ആണ്, സാമ്പിൾ റിസർച്ച് പേപ്പർ ഇൻ ലാറ്റക്. ആൻഡ് യു ക്യാൻ നോട്ടീസ് വൺ മോർ തിങ്. ഇതാ ഇവിടെ ഞാൻ ലാറ്റക് എന്നുള്ളത് ടൈപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക ഫോമാറ്റിലാണ്. സോ ദിസ് ഇസ് എ ഫോമാറ്റ് ദാറ്റ് ഇസ് പുട്ട് ഫോർവേഡ് ബൈ ദ എക്സ്പോണൻസ് ഓഫ് ലാറ്റക് ഇറ്റ് സെൽഫ്. സോ നമുക്ക് ലാറ്റക് ഇങ്ങനെ ടൈപ്പ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. സോ ജസ്റ്റ് ഐ എം ഇൻട്രൊഡ്യൂസിങ് ടു യു ദ ഒഫീഷ്യൽ ഫോമാറ്റ് ഓഫ് ലാറ്റക്. ഇറ്റ് ഇസ് capital L, small a, capital T, small e, then capital X. So this is a formatting or writing style of LaTeX actually. So that is why I've written it as in this particular style itself. So this is our title, then author. Author, see here I have written /author as name, affiliation. So these two appears in the same line. Name, affiliation, that appears in the same line. In a, in a research paper, we don't have to put this name and affiliation in two different lines. But of course, in certain formats, we need it in two different lines. So in that case, we will put them as two different lines. And in order to make them as two different lines, you can simply add two backslashes, save, and it gets compiled into this form where name is in one line, affiliation comes in the next line. So that is about the /title, then author, then date. So this date is has been discussed in the last class, /date. So I just close and open and close this curly braces so that no date appears here. Or if I just write here /today. Save it, compile it, I get today's date. Okay, so in this way we can have this date as a part of our document. Again, if that is required. Then coming to the text, coming to the main part of the text, see, you can just compare the left-hand side with the corresponding output in the right-hand side. And then you can easily understand what happens with respect to each command. Then /make title will present this title for you. Then / this page style empty. / this page style within curly braces empty. So in the right hand side I have written the comment. So anything written after this % symbol is just a comment. It will not be read by LaTeX while compilation. So it removes a page number from the first page. നമ്മൾ എവിടെയാണോ ആ പേജ് this page style empty കൊടുക്കുന്നത്, so ആ പേജിന്റെ നമ്പർ അവിടെ നിന്ന് റിമൂവ് ചെയ്യാണ്. So in addition, ഇപ്പൊ എന്താ നോക്കി കഴിഞ്ഞാൽ കാണാം, ഫസ്റ്റ് പേജിന് there is no page number. From second page onwards, you can see that there is a 2 in the second page, there is a 3 in the third page, and there is a 4 in the fourth page. So except for the first page, so it usually we prefer to avoid the page number from the first page. If that is required, again, these options are all optional. You can just type in this page style empty if it is required. Otherwise, just ignore that. Then every page will have page numbering starting from the first page. Then if you want to remove page number from every page, then you can have the command /page style empty. This angam maati kazhinjal /page style empty koduthu kazhinjal normally every numbering will be removed. Ella pageum unnumbered aayittu thanne varum. Now comes the most important part of an article. Abstract ആണ് നമ്മുടെ ഒരു ആർട്ടിക്കിളിന്റെ ഏറ്റവും ഫസ്റ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ. സോ ദാറ്റ് ഈസ് റിട്ടൺ വിത്തിൻ /begin abstract and /end abstract. And you can see that abstract appears here. ഞാൻ ജസ്റ്റ് ടൈപ്പ് യുവർ അബ്സ്ട്രാക്ട് ഹിയർ എന്നുള്ളത് വീണ്ടും വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. സോ ദിസ് ഇസ് ജസ്റ്റ് ടു ഷോ ദ സ്റ്റൈൽ ഓഫ് an abstract in this basic article class. So this is how we get the abstract. Then അടുത്ത കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീവേഡ്സ് ആണ്. ആ കീവേഡ്സിന്
depending upon different formats, there are different styles for styles of appearance of this keywords. പല ഫോമാറ്റിലും പലതായിരിക്കും കീവേഡ്സ്, പലതായിരിക്കും കീവേഡ്സിന്റെ സ്റ്റൈല്. ചിലതിനകത്ത് ഞങ്ങളുടെ ചില മാത്തമാറ്റിക്കൽ ജേർണൽസിനകത്തൊക്കെ ഈ കീവേഡ്സ് പോകുന്നത് ഫുഡ് നോട്ടായിട്ടാണ്. സോ ആ കേസിൽ ആ ഫോമാറ്റിംഗ് സ്റ്റൈല് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. ഇപ്പൊ തൽക്കാലം ഐ ജസ്റ്റ് വോണ്ട് ടു ടൈപ്പ് ദ കീവേഡ്സ് ലൈക്ക് ദിസ്. സോ അതിനുള്ള കമാൻഡ് ഞാൻ കൊടുത്തിരിക്കുന്ന \textbf keywords. So textbf എന്ന് പറഞ്ഞാൽ \textbf means we have to make that particular text bold. So here keywords along with this colon symbol is made bold. ഇതുപോലെ തന്നെ വേറെ കമാൻഡ്സ് ഉണ്ട്. \text കൊടുത്തു കഴിഞ്ഞാൽ you will get italic fonts. So this is just one command that I have typed in right here to make this keywords bold. ഇനി ഇതല്ലാതെ തന്നെ നമുക്ക് ഈ ടെക്സ്റ്റ് BF അങ്ങ് അവോയ്ഡ് ചെയ്ത് \keywords എന്ന് മാത്രം കൊടുക്കാം. \keywords അത് ആക്ച്വലി ഒരു കമാൻഡ് ആണ്, ലാറ്റക്സിലെ ഒരു കമാൻഡ് ആണ് \keywords. സോ അത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നൊന്ന് നോക്കാം. \keywords. സോ ഞാൻ സേവ് ചെയ്യുന്നു, കമ്പൈൽ ചെയ്യും. അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കിയേ. അതിനകത്ത് ആ കീവേഡ്സ് എന്നുള്ള ഒരു വേർഡ് അവിടെ ഇല്ല. ബട്ട് keyword 1, keyword 2, keyword 3, these are just typed in as different keywords, so that appears there. So \keywords is also another command in LaTeX article. So if you want to use that particular format, then you can do like that. Then the next thing is, that is one of the main features of LaTeX. So now okay, in right hand side you can see the contents. You can see the contents. Contents-നകത്ത് ഓരോന്നും ഏത് പേജിലാണ് അപ്പിയർ ചെയ്യുന്നത് എന്നുള്ളത്, ഓരോന്നിനകത്ത് സെക്ഷൻ ഏതാ, അതിന്റെ സബ്സെക്ഷൻസ് ഏതാ, all these things are listed in this contents. And I don't have to type all these things as contents as we do in Word. Here it is just enough to type in \table of contents. \table of contents is typed in here, and therefore that single command is enough to produce this whole set of contents. That single command is enough to produce this whole set of contents. And I think that is one of the main features that one is attracted towards this LaTeX. ഈ ലാറ്റക്സിലേക്ക് ഒരാളെ അട്രാക്ട് ചെയ്യുന്ന, ഒരു ലേമാനെ അട്രാക്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഫീച്ചർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് for me that is one of the reasons that I was attracted towards this LaTeX. കാരണം നമ്മളൊരു റിപ്പോർട്ട് റെഡി ആക്കുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി വി നീഡ് ദിസ് കണ്ടൻസ് പേജ് അല്ലേ. കണ്ടൻസ് പേജ് വേണം, നമ്മൾ എഴുതിയിരിക്കുന്ന ടേബിൾസിന്റെ ലിസ്റ്റ് വേണം, ഫിഗേഴ്സിന്റെ ലിസ്റ്റ് വേണം, എവറിത്തിങ് ഇസ് റിക്വയർഡ്. ആൻഡ് വി ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദിസ് കണ്ടൻസ് ലിസ്റ്റ് ഓഫ് ടേബിൾസ് ആൻഡ് ഓൾ ദീസ് തിങ്സ്. സോ ദാറ്റ് ഇസ് വൺ ഓഫ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് LaTeX. So \table of contents. So that lists the contents here. And the pages also. So the usual content page style is here. Then see the next command \list of tables. So adinte output nokkike, list of tables appear here. So etra table undu, adu edokke page aanennulladum it is being listed. Next command is \list of figures. List of figures. So just in ordinary way we are writing this list of figures, list of tables, table of contents. Everything is written in an ordinary way and it is prefixed by a \. So that became the command for LaTeX. So these commands for LaTeX are also very simple. Very simple. So \list of figures makes this list of figures appear here. So that's about these three. And actually these three are not of much requirement in an article, I know, but still to introduce these three I've just typed in here. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, മിക്കവാറും ഒന്നും നമ്മൾ ഇത് ഉപയോഗിക്കാറുമില്ല. ടേബിൾ ഓഫ് കണ്ടൻസ് തന്നെ നിങ്ങളുടെ കെമിക്കലിന്റെ ആർട്ടിക്കിളിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഞങ്ങളുടെ മാത്സിന്റെ ആർട്ടിക്കിൾസിനെ റിസർച്ച് publications സംബന്ധിച്ചിടത്തോളം we don't need this table of contents in an article, but still I introduce this into this source file just to show you how all these things appear. Okay, now section. So sections are one of the major parts of any LaTeX article.
ഏതൊരു ആർട്ടിക്കിളിന്റെ മേജർ കണ്ടന്റ് ആണ്. ലാറ്റക് തന്നെ ആവണമെന്നില്ല. നമ്മൾ ഒരു ആർട്ടിക്കിൾ, വെൻ വി ടൈപ്പ് എ പെർട്ടിക്കുലർ ആർട്ടിക്കിൾ സെക്ഷൻ, വി ഡിവൈഡ് അവർ whole text into various sections. So the first section, \section introduction. So this is my first section. See, I have typed in an introductory passage. So just oru passage ennulladey ullu. Adinathu one thing that you can notice is references. Consider this last sentence. References can be cited as \cite AAA. ഞാനത് കാണിക്കാം. So this is our bibliography. This is our bibliography. Bibliography is written as \begin the bibliography. Then ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ, ഒരു within curly braces we need to type in any letter or any number, എന്തെങ്കിലും ഒന്ന് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്തിരിക്കണം എന്നുണ്ട്. അതർവൈസ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന റെഫറൻസിന്റെ ഫസ്റ്റ് ലെറ്റർ അവിടേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കയറിപ്പോകും. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ്, ഫസ്റ്റ് just type in something into that curly braces, that's all. Then this is the environment, \begin the bibliography, \end the bibliography. This is the environment for typing in the bibliography. So this is just a basic environment for typing bibliography. There are other environments as well. You can explore the different environments yourself. Now, when you have this particular environment, \the begin bibliography and \the end the bibliography, you can see that various items are listed as not as number. We don't list them as numbers. Instead, we will list them as \bib item, BIBITEM, bib item. Then I have just ഒരു ഓർഡറിൽ ഒന്ന് എഴുതിയെന്നുള്ളതേ ഉള്ളൂ. AAA നമ്മളുടെ ആ റെഫറൻസിനെ കുറിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു റെഫറൻസ് അവിടെ കൊടുക്കുന്നു. നമുക്ക് സൈറ്റേഷൻ കുറച്ച് എളുപ്പമാവാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ആർഗ്യുമെന്റ് ആണ് ആ AAA. യൂഷ്വലി ഇൻ മൈ ആർട്ടിക്കിൾസ് വാട്ട് ഐ റൈറ്റ് ഹിയർ ഇസ്, നമ്മളുടെ ഓതർ നെയിം ആയിരിക്കുമല്ലോ ആദ്യം വരുന്നത്. ആ ഓതറിന്റെ ആദ്യത്തെ 3 ലെറ്റേഴ്സ് എടുത്ത് ഇവിടെ അങ്ങ് കൊടുക്കും. സോ നമുക്ക് ഓർത്തെടുക്കാനും എളുപ്പമാണ് എന്താണ് നമ്മൾ ആ ബിബ്ലിയോഗ്രഫിയിൽ ഉദ്ദേശിക്കുന്നത്. സോ ഇൻ ദാറ്റ് വേ ഓൾസോ യു ക്യാൻ put the content within this curly braces. So \bib item AAA. അപ്പോൾ അവിടെ ഞാൻ റെഫറൻസ് 1 എന്ന് കൊടുത്തു. സോ അഗെയിൻ ആ റെഫറൻസസ് ഒക്കെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിക്വയർമെന്റ് യു ക്യാൻ റൈറ്റ് ദ സ്റ്റൈൽ ഓഫ് ദ റെഫറൻസസ്. ചിലർക്ക് അവിടെ ആ റെഫറൻസിനകത്ത് സ്മോൾ ആയിരിക്കണം, ലെറ്ററിന്റെ ഫോണ്ട് ഇച്ചിരി സ്മോൾ ആയിരിക്കണം, ചിലർക്ക് അവിടെ ഇറ്റാലിക്സ് വരണം. സോ എവറിഥിങ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് വിത്തിൻ ദാറ്റ് റെഫറൻസ് മാനുവലി. നൗ what I want to show you is, നോക്കിക്കേ, ഈ ബിബ് ഐറ്റം AAA ആണ് ഞാൻ അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്, അവിടെ സൈറ്റ് ചെയ്തിരിക്കുന്നത്. You can see here that it is cited here as \. അപ്പൊ നമ്മുടെ ഒരു റെഫറൻസിനെ സൈറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ആ ഒരു കമാൻഡ് ആണ് \cite AAA. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഇൻസ്റ്റഡ് if I change the citation to some BBB അവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ചെയ്തത് കേട്ടോ. എന്റെ റെഫറൻസിലുള്ള ഏതെങ്കിലും റെഫറൻസിനെ എനിക്കിവിടെ സൈറ്റ് ചെയ്യാം. സോ BBB ഉണ്ട്, CCC ഉണ്ട്, DDD ഉണ്ട്. സോ എനിത്തിങ് ക്യാൻ ബി സൈറ്റഡ് ഹിയർ. സോ ഞാൻ ഇവിടെ ജസ്റ്റ് അതിന്റെ സൈറ്റേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാണ്, \cite BBB. I save it and compile it. നോക്കിക്കേ, ഓട്ടോമാറ്റിക്കലി ആ 1 മാറി ഇവിടെ 2 ആയി. ഓക്കെ, അപ്പം എനിക്കിവിടെ എന്ത് ചേഞ്ച് ചെയ്യുന്നോ അതിനനുസരിച്ച് ഇവിടെയും ചേഞ്ച് വരും. ഓക്കെ, ഇനിയും ഇതിനകത്ത് ഒരു വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഫീച്ചേഴ്സ് ഓഫ് ലാറ്റക്സ്. അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം, ഈ BBB എന്നുള്ളത് എന്റെ രണ്ടാമത്തെ റെഫറൻസ് ആയിരുന്നത് കാരണമാണ് ഇവിടെ 2 എന്ന് വന്നത്. സോ when we compile this in the final output, this is my reference to BBB is actually my reference to, and that is why it appears as 2 here. I hope you can all follow what I say. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? Or do I have to make it more clear? Any problem? Is it okay? Yes, ma'am. It's okay. Some students have responded in the chat box.
Okay, fine. Ini, let me take your attention to another beautiful feature of LaTeX again, that is related to bibliography. Bibliography ആണ് നമുക്ക് വേണ്ട ഏറ്റവും അത്യാവശ്യപ്പെട്ട ഒരു സംഗതി. Suppose ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നമുക്കിപ്പോ ഒരു 10 or 50 bibliographies ഉണ്ട്. നമ്മളൊരു thesis ലാസ്റ്റ് ടൈപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം there will be a good number of references in our thesis. So ഇപ്പൊ സപ്പോസ് നമുക്കൊരു 10-20 bibliographies റെഫറൻസസ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ഞാൻ ലിസ്റ്റ് ചെയ്തതിനിടയ്ക്ക് എനിക്ക് somehow I got another reference that is to be written here as second one /bib item. Now let me put it as new. So this is a new reference. So I input another reference in between and let us see what happens. ഞാൻ അത് സേവ് ചെയ്തു and I compile it. കമ്പൈൽ ചെയ്തപ്പം ഞാൻ രണ്ടാമതിട്ട ബിബ് ഐറ്റം നമ്മൾ എഴുതുന്ന ഓർഡറിലായിരിക്കും ആ ബിബ് ഐറ്റംസ് ഇവിടെ നമ്പർ ചെയ്ത് വരുന്നത്. സോ രണ്ടാമതിട്ട ബിബ് ഐറ്റം അപ്പൊ എന്റെ റെഫറൻസ് 2-നെ കാട്ടി മുകളിൽ കയറി. Now this reference 2 is automatically 3. Earlier reference 2 was 2. Now it is 3 and automatically the other numbers are also changed. ഇനിയും let us see what happened in that citation. നമ്മുടെ സൈറ്റേഷനിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കാം. കണ്ടോ? See, this is the beauty of LaTeX. That citation is automatically changed to 3. കാണാൻ പറ്റുന്നുണ്ടോ ഇത്? That citation, ഇവിടെ നമ്മളുടെ citation /BBB തന്നെയാണ്, but /cite BBB തന്നെയാണ്, but that reference BBB got now the number 3 and that 3 appears here. So we don't have to worry about the cross references once we type in the LaTeX commands. So this is one of the main features of LaTeX, and I would say this is actually the beauty of LaTeX. So ഇതാണ് നമ്മളൊരു റിസർച്ച് ആർട്ടിക്കിൾ ടൈപ്പ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ റിസർച്ച് ആർട്ടിക്കിൾ ടൈപ്പ് ചെയ്യുമ്പോൾ പിന്നെ സൈറ്റേഷൻ അത്രയും നമുക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല. നമ്മളൊരു റിപ്പോർട്ട് ടൈപ്പ് ചെയ്യുമ്പോഴും or when we have to type in a thesis, സോ സൈറ്റേഷൻ നമുക്ക് ഭയങ്കര ക്രോസ് റെഫറൻസസ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. നമുക്ക് എപ്പോഴും നമ്മളുടെ റെഫറൻസസ് ഒക്കെ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ ലിസ്റ്റ് ചെയ്ത് കറക്റ്റ് ഓർഡറിൽ എപ്പോഴും തുടക്കം നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത് തന്നെ ആയിരിക്കണം, അവസാനം നമ്മളുടെ കയ്യിലുള്ള ലിസ്റ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇൻ സച്ച് സിറ്റുവേഷൻസ് LaTeX is of great advantage. So that is about citation. So hope you have understood bibliography and citation. Any doubt? Any doubt? No, ma'am, it's fine. Okay, thank you. Ma'am, one thing, here it is appearing as a number. The reference in the text is coming as a number. So can we change the format, say the author name and the name of the year, something like that? അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? യൂഷ്വലി നമ്മളുടെ സൈറ്റേഷന്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പർ തന്നെയാണ്. നമ്മൾ ഓതർ നെയിം ആയിട്ട് മാറ്റുന്നുണ്ടോ? ചില പേപ്പേഴ്സിൽ അങ്ങനെ പറയുന്നുണ്ട്. ചിലര് ന്യൂമറിക്കൽ റെഫറൻസിങ് ഫോളോ ചെയ്യാൻ പറയും, ചിലര് ഓതർ നെയിം ഇയർ ഓഫ് പബ്ലിക്കേഷൻ വെക്കാൻ പറയും. അങ്ങനെയാകുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ആർട്ടിക്കിൾ ഫോർമാറ്റിൽ തന്നെ അവരുടെ ആ സൈറ്റേഷന്റെ സ്റ്റൈലും കാണും. അപ്പൊ ആ സ്റ്റൈൽ അങ്ങ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ മാഡം, ഓക്കെ, താങ്ക് യു. നമ്മൾ ഏത് ജേർണൽ ആണോ ഫോളോ ചെയ്യുന്ന അവരുടെ ഒരു ഫോർമാറ്റ് നമുക്ക് തരും. അതിനകത്ത് ആ സൈറ്റേഷന്റെ ഫോർമാറ്റ് കാണും. സോ വെൻ യു ടൈപ്പ് ഇൻ ദ പെർട്ടിക്കുലർ ഡീറ്റെയിൽസ് ഇൻ ടു ദാറ്റ് ഫോർമാറ്റ്, ദ തിങ് വിൽ ബി അപ്പിയർഡ് ഇൻ ദെയർ ഓൺ സ്റ്റൈൽ. ഓക്കെ മാഡം, ഓക്കെ. ഇനിയും now coming to the section /section 1. So ഞാനിവിടെ /section കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി the next section appears. So ഇവിടെയും നമുക്ക് സെക്ഷന്റെ നമ്പറിങ്ങിലൊന്നും നമുക്ക് വറി ചെയ്യേണ്ട കാര്യമില്ല. ഫസ്റ്റ് ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സെക്ഷൻ will be section 1. The next section that will be typed is 2, that is section 2, and that is named as section 1. Now here I have just typed in a particular equation, ഒരു simple equation ഞാൻ ടൈപ്പ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. \alpha is equal to square root of beta.
സ്ക്വയർ റൂട്ട് കിട്ടാനായിട്ടുള്ള കമാൻഡ് \sqrt, then within curly braces ആ sqrt ടൈപ്പ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ആ കേളി ബ്രേസസും കൂടെ ആ ടൈപ്പ് ചെയ്ത് വരുമ്പോഴേ നമുക്ക് ആ കേളി ബ്രേസസും കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ആ കേളി ബ്രേസസ് ഉൾപ്പെടെ ആയിരിക്കും കിട്ടുന്നത്. ഈവൻ അതർവൈസ് \square root sqrt and within curly braces you have to type in what should be appeared in that square root. So here I need it as beta. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആൽഫയുടെ സെയിം എന്താണ് ആൽഫബറ്റ്സ് തന്നെയാണ്, അതിന്റെ സെയിം സ്പെല്ലിംഗ് തന്നെയാണ് നമ്മുടെ കമാൻഡിലും ഉള്ളത്. സിമിലർലി ബീറ്റയുടെ സെയിം കമാൻഡ് സെയിം സ്പെല്ലിംഗ് തന്നെയാണ് ബീറ്റയുടെ കമാൻഡിലും ഉള്ളത്. സോ ലാറ്റർ കമാൻഡ്സ് ആർ ഓൾസോ വെരി സിമ്പിൾ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ I have typed in this thing within begin equation, end equation. Equation environment-ലാണ് നമ്മൾ ഇത് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. So for all those who have gone through the previous day's source file, we can notice that since I have typed in this equation environment, I got here an equation number. ഇവിടെ എനിക്കൊരു equation number കിട്ടിയിട്ടുണ്ട്. So that appears here. ഇനി അവിടെ ഞാനൊരു ലേബൽ കൊടുത്തു. ആ ലേബൽ കൊടുത്തത് ഈ \ലേബൽ ഞാൻ കൊടുത്ത ലേബൽ സിമ്പിൾ ഇക്വേഷൻ എന്ന് കൊടുത്തത് ഇതെനിക്ക് പിന്നീട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. And if it is not going to be referred, you don't have to write this command \label simple equation. അപ്പം നമുക്കൊരു കാര്യം നോട്ട് ചെയ്യാനുള്ളത്, നമ്മളൊരു നമ്മളുടെ ബിബ്ലിയോഗ്രഫി നമ്മൾ സൈറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ \cite എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ് കമാൻഡ് ഉപയോഗിക്കുന്നത്. And in order to refer a figure or a table or an equation, we are using the command \ref. And within curly braces, we have to type in what should be referred there. So hence I have here reference 1. Usually reference വരുന്നത് ജസ്റ്റ് ഒരു സിമ്പിൾ ന്യൂമറൽ മാത്രമായിട്ടാണ് അവിടെ വരുന്നത്. ഞാനിപ്പോൾ എനിക്ക് അതിനെ ഒരു സാധാരണ ബ്രാക്കറ്റിനകത്ത് ഇടണം എന്നുള്ളത് കൊണ്ടാണ് ലെഫ്റ്റിലും റൈറ്റിലും ഞാൻ ആ ഒരു സിമ്പിൾ ബ്രാക്കറ്റ് ഇട്ട് ഓപ്പൺ ക്ലോസ് ചെയ്ത് കൊടുത്ത്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് അപ്പിയേഴ്സ് ഹിയർ ആസ് 1 വിത്തിൻ ബ്രാക്കറ്റ്. ഓക്കെ, ഇനിയും നെക്സ്റ്റ് ഇസ് അനദർ കമാൻഡ് \subsection. Subsection heading appears here. Subsection heading here. സോ ആ സബ്സെക്ഷൻ വന്നപ്പോൾ നോക്കിക്കേ, ഈ 2ന്റെ സബ്സെക്ഷൻ ആയിട്ടാണ് ഞാൻ സബ്സെക്ഷൻ ഹെഡിങ് ഹിയർ എന്നുള്ള സബ്സെക്ഷൻ കൊടുത്തത്. സോ 2ന്റെ സബ്സെക്ഷൻ ആയതുകൊണ്ട് ദാറ്റ് വിൽ അപ്പിയർ ആസ് 2.1. ഇനിയും ഇതിന് ഒരു സബ്സെക്ഷൻ കൊടുത്തു. അത്രയും വരെ നമുക്ക് ലാറ്റക്കിൽ പോകാൻ പറ്റും. ആ സബ്സെക്ഷൻ വരുമ്പോഴത്തേക്ക് 2.1.1 എന്ന് ആ സബ്സെക്ഷന്റെ നമ്പർ വരും. സോ ഹെൻസ് യു ഹാവ് സെക്ഷൻ, സബ്സെക്ഷൻ ആൻഡ് subsection. Now next is another feature of LaTeX. You can insert a figure or a logo, or you can just import something from some other environment to LaTeX. അപ്പോൾ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നുകിൽ JPG ഫയൽ അല്ലെങ്കിൽ .jpeg ഫയൽ ഓർ .png ഫയൽ ഇതിനെയൊക്കെ നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ അത് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് \include graphics. അപ്പം one thing that you have to remember is എനിക്ക് whatever I have to import, I have to include in a LaTeX file that should be within the same folder of your source file. നമ്മുടെ സോഴ്സ് ഫയലിന്റെ സെയിം ഫോൾഡറിൽ നമുക്ക് എന്താണോ ഇങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാൻ മറക്കരുത്. സോ \include graphics TKMC ലോഗോ, ഞാനിപ്പം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഈ TKMC ലോഗോയാണ്. അപ്പം സോ ഇവിടെ ഞാൻ പ്രത്യേകിച്ച് വേറെ കമാൻഡ്സ് ഒന്നും കൊടുത്തിട്ടില്ല. \include graphics TKMC logo.jpg, ഞാനൊരു JPG ഫയലായിട്ടാണ് ഈ ലോഗോ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്തിരിക്കുന്നത്. So I call this particular file as TKMC logo.jpg. ഇനി another thing is, whenever I have to compile such a command include graphics, I need something in my preamble. വെറുതെ അത് എന്താണ് കമ്പൈൽ ചെയ്ത് വരില്ല. So to compile that particular one, in the package list, we have to type in use package graphics. So this use package graphics is required for typing in, for inputting a logo or a picture in a LaTeX document. If something is to be imported to LaTeX as a part of our text, as a part of our final PDF output, you need package called graphics. So hence you can have include graphics TKMC logo.png over here. And again, that is also
And you can notice one more thing, and that is also I need that also to be referred. So I put here \caption. ഓരോ ആർഗ്യുമെന്റിലും ചില വ്യത്യാസങ്ങളുണ്ട്. ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ പിന്നീട് എവിടെയെങ്കിലും റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി യൂസ് എ കമാൻഡ് \label എ പെർട്ടിക്കുലർ ഇക്വേഷൻ. ഇനിയും ഫിഗർ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് \caption. ഫിഗർ ആണെങ്കിലും ഇവിടെ ഇപ്പം നിങ്ങൾക്കൊരു ടേബിളിന്റെ കേസ് കാണാം. If it is a table or a figure, we have to use the command \caption. \caption ഞാൻ എന്താണോ ആ ഫിഗറിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര്, അല്ലെങ്കിൽ പിന്നീട് എന്ത് പേര് വെച്ചാണോ എനിക്ക് ആ ഫിഗറിനെ വിളിക്കാനുള്ളത്, ആ പേരാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്, ലോഗോ TKM. ഓക്കെ, ദെൻ \, ഈ ക്യാപ്ഷൻ കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ കൊടുക്കേണ്ട ഒരു കമാൻഡാണ് \label figure1. അപ്പം ഞാൻ ഈ ക്യാപ്ഷനിൽ ലോഗോ ക്യാപ്ഷനിൽ ലോഗോ TKM കൊടുത്തു. ദാറ്റ് ക്യാപ്ഷൻ അപ്പിയേഴ്സ് ഹിയർ. ഇനി ഞാൻ ആ റെഫറൻസ് എടുക്കുമ്പോൾ ഐ കോൾ ദിസ് ആസ് fig1. ഞാൻ ഇതിനെ fig1 എന്നാണ് വിളിക്കുന്നത്. സോ ആ fig1 എന്നുള്ളത് \label fig1. സോ ഇവിടെ നമുക്ക് ഇക്വേഷൻ ആയിരുന്നപ്പം \label മാത്രം മതിയായിരുന്നു. ബട്ട് ഇൻ കേസ് ഓഫ് എ ഫിഗർ ഓർ എ ടേബിൾ വി നീഡ് ടു പുട്ട് എ ക്യാപ്ഷൻ. ആ ക്യാപ്ഷനും കൂടെ ഇട്ടിട്ടുണ്ട്. ദെൻ റെഫറൻസ് fig1 അതും കൂടെ ഇവിടെ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, ഇനി സോ ദാറ്റ് അപ്പിയേഴ്സ് ഹിയർ. ഇനി അനദർ ഫീച്ചർ. അപ്പൊ ഇതിനകത്ത് വേറൊരു ഫീച്ചർ ഉള്ളത് നോക്കിക്കേ. ഞാൻ ഇവിടെ ഒരു ബിഗിൻ ഫിഗർ എൻ ഫിഗർ എന്നുള്ള ഒരു എൻവയൺമെന്റ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. \begin figure \n figure. ഈ \begin figure and \n figure, this is an environment in which I set the caption and I use a command for referring that particular figure. So ഇത് രണ്ടും ഞാൻ കൊടുക്കുന്നത് ഈ ബിഗിൻ ഫിഗർ എൻ ഫിഗർ എന്നുള്ള എൻവയൺമെന്റിനകത്താണ്. ഇനിയും by the side of that begin figure you can see H, a capital H in square bracket. So I told you in the first class itself, whatever we type in square bracket is optional. ഇത് ഓപ്ഷണൽ ആണ്. ഇത് നമുക്ക് കൊടുക്കാം, കൊടുക്കാതിരിക്കാം. സപ്പോസ് ഞാൻ ഇത് കൊടുത്തില്ല എന്നിരിക്കട്ടെ. Suppose that I am deleting this H. Then let me show you what happens. ഞാൻ ആ H കൊടുത്തില്ല. അപ്പൊ എന്താ സംഭവിച്ചത് നോക്കിക്കേ. This is my first page. Then logo TKM appears here. Even though I need that logo TKM to be printed in the subsection 1, in the section inserting a figure and logo, it is not appearing there. It is appearing in a particular portion. So this is decided. This place, this location is just fixed by LaTeX. So LaTeX puts it in a particular location where LaTeX feels it's as that location as a suitable location for that particular figure. So ഇതിന് പറയുന്നതാണ് ഫ്ലോട്ടിംഗ് ഇതൊരു ഫ്ലോട്ടിംഗ് എൻവയൺമെന്റ് ആയിപ്പോയി. അപ്പം ഇത് നമ്മൾ ബിഗിൻ ഫിഗർ എൻ ഫിഗർ ഒക്കെ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ബിഗിൻ ടേബിൾ എൻ ടേബിൾ ഒക്കെ കൊടുക്കുമ്പോൾ ദീസ് ആർ ഓൾ ഫ്ലോട്ടിംഗ് എൻവയൺമെന്റ്സ്. സോ ഇഫ് യു പുട്ട് ഒരു ലൊക്കേഷൻ പാരാമീറ്റർ ഇവിടെ ഇടുവാണെങ്കിൽ ഈ ഒരു എച്ചിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലൊക്കേഷൻ പാരാമീറ്റർ ആൻഡ് ഇറ്റ് ആസ്ക്സ് ദ LaTeX to place the figure exactly in the position where that is supposed to be put. ഇപ്പം എനിക്കറിയാം, ഞാനൊരു ഫയൽ ടൈപ്പ് ചെയ്യുന്ന എനിക്കാണ് അറിയാവുന്ന അതിന്റെ എക്സാക്ട് ലൊക്കേഷൻ ഏതാണെന്നുള്ളത്. സോ ആ ലൊക്കേഷനിൽ തന്നെ എന്റെ ഫിഗർ വീഴാനുള്ള ഒരു പ്ലേസ്മെന്റ് പാരാമീറ്റർ ആണ് ഈ H. ഓക്കെ, സോ ഹെൻസ് ദാറ്റ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് H. ഇനി ഇത് മാത്രവും പോരാ, ഇതൊക്കെ സുഖമായി കമ്പൈൽ ചെയ്ത് പോകുന്നത് ഇവിടെ ഞാൻ \use package float എന്ന് പറഞ്ഞ ഒരു എൻവയൺമെന്റ്, ഒരു പാക്കേജ് ഉപയോഗിച്ചാണ്. \use package float ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് ഫോർ ഇൻസേർട്ടിംഗ് ആൻ അതർവൈസ് ഫ്ലോട്ടിംഗ് ഓബ്ജെക്ട് ഇൻ എ സ്യൂട്ടബിൾ ലൊക്കേഷൻ. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒരു വെരി ഷോർട്ട് കമാൻഡ് and it helps you to fix the location of a particular figure. So that is, now I have placed that H over there. I compiled it
I compiled it and I got it in exactly the same location where I want it to be placed. So that's regarding figure. ഞാൻ എല്ലാം ഒന്ന് പെട്ടെന്ന് ഞാൻ ടൈപ്പ് ചെയ്തതൊന്ന് ഓടിച്ച് പറഞ്ഞു പോകുകയാണ്. ബാക്കി നമ്മളെ ഒരു ഓർഡിനറി ആർട്ടിക്കിൾ നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. അന്നേരം I will explain all these things. ഇതൊന്ന് കട്ടായി പോകും. ചോദിച്ചു ഇങ്ങോട്ട് അയക്കില്ല. Okay. Next section is regarding. ഒരു സെക്കൻഡ്. Okay, let me get back to my file. Okay, so that's regarding the float option. Now comes the table. ഞാൻ ഇവിടെ ഒരു ടേബിൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. There are two tables. One is a very simple table. /section tables. So that is my next section. So 1, 2, 3, 4. നാലാമത്തെ section ആയിരുന്നു. Then subsection simple table. So as 4.1, the subsection appears. Then I have typed in a simple table. Again, ഈ tabular environment, table environment, figure environment, ഇതെല്ലാം floating objects ആണ്. So to fix it on a particular location, I use this location parameter h. Okay. Now, I use a very simple table. So ഇവിടെയും ഞാൻ /begin table /n table കൊടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്കാണ് ഞാൻ ഈ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്ന simple table എന്നുള്ള ക്യാപ്ഷൻ. Along with that, label is given, /label is given, which helps us to refer that table somewhere else in the text. In the environment, then you can see another environment /begin center and /n center. That's a command to place the particular table in the center position. /begin center /n center, that locates our item in the center position. Then we have another environment /tabular /n tabular. By itself it is complete. ഈ /tabular /n tabular എന്ന് പറഞ്ഞ ഒരു complete environment ആണ്. ആക്ച്വലി ഇതിന് മുമ്പ് സെന്റർ എൻവയൺമെന്റ് വേണമെന്നോ ഇതിനു മുമ്പിൽ ടേബിൾ എൻവയൺമെന്റ് വേണമെന്നോ ഒന്നും തന്നെ നിർബന്ധമില്ല. പക്ഷെ നമുക്ക് കുറച്ച് ഓപ്ഷൻസും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ടേബിൾ എൻവയൺമെന്റ് ഒക്കെ കൊടുക്കുന്നത്. സോ begin tabular, end tabular. You can see that towards the right of this first statement, you can see within curly braces 4 C's. C, 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 C. എന്തായിരിക്കും ആ സിയുടെ significance? C means there are 4 columns. There are 4 columns. Please look at the table that is given in the output file. There are 4 columns. So those 4 columns are mentioned as C. The C refers to the item should be centrally placed. നമ്മൾ ആ ഫസ്റ്റ് കോളത്തിൽ എഴുതുന്ന എന്താണോ എഴുതുന്നത്, that should be centrally placed. That's the meaning of the C. ഇനി ആ C മാറ്റി ഞാനതിനെ L ആക്കി കഴിഞ്ഞാൽ നോക്കിക്കേ, ചേഞ്ച് വന്നത് ലെഫ്റ്റ് അലൈൻഡ് ആയിട്ട് മാറി. So if it is to be left aligned, it should be instead of C, we have to write it as L. ഇനി നെക്സ്റ്റ് ഇസ്, ഞാൻ ഈ L കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ജസ്റ്റ് ഒരു ആ ബാക്ക് സ്പേസിന് താഴെയുള്ള ഒരു ടാബ് ഒന്ന് ഷിഫ്റ്റ്, ആ ടാബ് നമ്മളുടെ സ്ലാഷ് കിടക്കുന്ന ആ ഒരു ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ്. നമ്മൾ മോഡുലസ് ഒക്കെ ഡിനോട്ട് ചെയ്യാനും ഈ ഇതാണ് ഉപയോഗിക്കുന്നത്. സോ ഞാൻ അതിനിടയ്ക്ക് ഒരു ജസ്റ്റ് ബിറ്റ്വീൻ L and C and between the second C and the third C, I input like this. Save it and compile it. നോക്കിക്കേ എന്താ സംഭവിച്ചതെന്ന്.
First column and second column is separated by a straight line, second column and third column separated by another third straight line. And since I didn't input that straight line over here between the third and fourth, there is no column separation between the third and fourth. Okay, so in that way I can draw lines between columns. See, between the first row, second row and third row, there is no horizontal line. That also can be input by a very simple command, \h line, \h line. Let us see what happens. \h line. Let us see what happens. Save and compile. I'll get a line, horizontal line, running from the left end of the first column to the right end of the last column. Okay. If I have a line varakkendannundengil, I can use another command. Idu njan \h line ivide type cheyidalum both are having the same effect. Both will give you the same effect. Now, if you don't want the whole line connect from the left end to the right end, I can have another argument as \c line, \c line from 2 to 4. Kando a \c line output kando, it avoids the first column and it just starts with the left corner of the second column and it ends at the right corner of the fourth column. So in this way, we can modify our table. So this is just a simple tabular environment. It is very simple. And coming to the next rows, you can see that ampersand symbol in between every item. Okay, row 1, then there is an ampersand symbol between row 1 and 1. So that means row 1 is an element in the first cell, 1 is an element in the second cell. So in order to separate the different cells, we are using this and symbol or ampersand symbol. So this ampersand symbol is a must for tabular environment. ഇത് ഇട്ട് കൊടുത്തില്ല, ഇനിയും അഥവാ ഇതിനകത്ത് ഇത്രയും സെൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഒരു ആംപേഴ്സൺ സിമ്പിൾ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തു, എന്നിട്ട് ഞാൻ സേവ് ചെയ്ത് കമ്പൈൽ ചെയ്യാൻ നോക്കാം. കമ്പൈൽ ചെയ്യാൻ നോക്കി സാധാരണ ചിലപ്പോഴൊക്കെ ഇതിന് ഔട്ട്പുട്ട് റോങ്, നമുക്ക് എറർ കാണിക്കാനും സാധ്യതയുണ്ട്. ഇപ്പൊ ഇവിടെ എറർ കാണിച്ചില്ല, ഇൻസ്റ്റഡ് ഇത് ഇങ്ങനെ അങ്ങ് പോയി. റോ 1 എന്നുള്ളത് ഫസ്റ്റ് സെൽ എലിമെന്റ് ആയി, ദെൻ 2 എന്നുള്ളത് സെക്കൻഡ് സെൽ എലിമെന്റ് ആയി, the next 2 appears as a third cell element and last cell remains as blank. So ingane ampersand symbol separates elements in the cell. So that's regarding this simple table. And this is a complicated table. This is a little bit complicated table that I have written below. So idinathu nokkumboldekku again tabular environment is there, then slash centering is there. Slash centering is of plays the same role as begin center, end center. So it makes a table it places a table towards the center. Then ivide you can see that in the first cell, instead of writing L for left alignment, R for right alignment, or C for the central alignment, I have written here M within curly braces 2 centimeter. And you can see, you might have noticed that there is a particular width to this first column. ഫസ്റ്റ് കോളത്തിന് നമ്മൾ നേരത്തെ ഉള്ളതിനെക്കാട്ടി കുറച്ചുകൂടെ വിത്ത് ഉണ്ട്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ വിത്ത് ഉള്ള സെൽസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള കമാൻഡാണ് M 2 centimeter. നമുക്ക് ആ വിത്ത് എന്നുള്ളത് നമുക്ക് ഫിക്സ് ചെയ്യാം, എത്ര വേണം വിത്ത് എന്നുള്ളത്. ദെൻ സെക്കൻഡ് സെൽ ഇസ് ഓൾസോ ഫിക്സ്ഡ് ഇൻ എ പെർട്ടിക്കുലർ വിത്ത് M 3 centimeter. ആൻഡ് ദ ഐറ്റം ഷുഡ് ബി പ്രസന്റഡ് towards the middle. അതാണ് ഈ M ന്റെ നൊട്ടേഷൻ. Then remaining everything is centrally placed. Then H line, എനിക്ക് ഇവിടെ എല്ലാം ലൈൻ വരയ്ക്കണമായിരുന്നു, അപ്പൊ ഞാൻ H line എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തിട്ടുണ്ട്. Then in the next line, model, kinetic parameters. Then ഇവിടെ ഒരു മൾട്ടി കോളം കൊടുത്തിട്ടുണ്ട്.
that is 3, 4, 5, 6, 7 ഇത്രയും സെൽസ് ഒന്നിച്ചെടുത്ത് മുകളിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ക്രോമിയം എന്ന് കൊടുത്തിരിക്കുകയാണ്. സോ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന കമാൻഡ് /multi column എന്ന് വെച്ചാൽ 5 സെൽസിനെ കമ്പൈൻ ചെയ്യണം എനിക്ക്. സോ ദാറ്റ് ഇസ് given as a first parameter 5. Then this should be centrally placed. ഈ എഴുതിയിരിക്കുന്ന centrally placed ആവണം. And what should be centrally? What should be the text over there? That is also written over there. So /multi column 5 cells are to be grouped together. Then C is to be centrally placed. Initial concentration, the text that is to be appeared here. Then double / takes you to the next line. This is definitely needed. Then I use the command /C line 3 to 7. I need to draw a line from 3 to 7. Then in the next line, the first cell is actually empty. എനിക്ക് ഇവിടെ ഒന്നും വേണ്ട. ഈ മോഡലിന് താഴെ എനിക്ക് ഒന്നും എഴുതാനില്ല. ഇവിടെയും എനിക്ക് ഒന്നും എഴുതാനില്ല. So I put an ampersand symbol, just an empty space, and then I put an ampersand symbol, then again empty space, then again this and symbol, then comes my data 20, 50, etc. അപ്പൊ എനിക്ക് എത്ര സെൽസ് വേക്കന്റ് ആയിട്ട് വിടണോ അവിടെയൊക്കെ ഒരു ആംപേഴ്സൻഡ് സിമ്പിൾ ഇട്ട് വിട്ടേക്കണം. സോ ദാറ്റ് സെൽ റിമെയിൻസ് ആസ് വേക്കന്റ് സിമ്പിൾ. Then now I need H line, a horizontal line starting from the left end to the right end. So I put /H line. Now comes another feature. നോക്കി ഇവിടെ ഒരു /multi row. നമുക്ക് നോക്കിയാൽ അറിയാം pseudo first order എന്നുള്ളത് by combining the 3 rows. പിന്നീടുള്ള 3 റോസും കൂടെ കമ്പൈൻ ചെയ്ത് അവിടെയാണ് എനിക്ക് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്ന് എഴുതാനുള്ളത്. സോ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ഇസ് റിട്ടൺ ബൈ യൂസിങ് ദ കമാൻഡ് /multi row. multi row 3 എന്ന് പറഞ്ഞാൽ 3 റോസ് ടു ബി കമ്പൈൻഡ് 4 EM. നമ്മൾ ഇവിടെ 2 CM ഒക്കെ, CM എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ തന്നെയാണ്. EM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനദർ പെർട്ടിക്കുലർ ഫോണ്ട് സൈസ് യൂസ്ഡ് ഇൻ ലാറ്റക്സ്. എന്ന് വെച്ചാൽ എം ലെറ്റർ സ്ക്രിപ്റ്റ് എമ്മിന്റെ സൈസിനെ വെച്ചുകൊണ്ടുള്ള ഒരു സ്ക്രിപ്റ്റ് സൈസ് കമ്പ്യൂട്ടേഷൻ ആണത് ഫോർ EM. സോ പലപ്പോഴും ആ EMലുള്ള ഒരു സ്ക്രിപ്റ്റ് സൈസ് ആണ് നമുക്ക് പലപ്പോഴും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. ഇതിന് പകരം ചിലപ്പം CM ആക്കി മാറ്റുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ EM എന്ന് പറഞ്ഞു ജസ്റ്റ് എ സ്ക്രിപ്റ്റ് സൈസ് ഓഫ് ലാറ്റക്സ്. EM നമ്മൾ ആദ്യം കഴിഞ്ഞ ഒരു ആർട്ടിക്കിളിനകത്ത് ഞാൻ 12 പോയിന്റ് എന്ന് എഴുതി. സോ പോയിന്റ് ഇസ് ഓൾസോ എ സ്ക്രിപ്റ്റ് സൈസ് ഓഫ് ലാറ്റക്സ്. പോയിന്റ്, EM, CM, these are all script sizes of LaTeX. So 4 EM is a script size of LaTeX. Then pseudo first order, the text that is to be written here. Then and I write the remaining QA. Then QA suffix ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് I use this symbol, and the rest is as usual. Then I prefer C line from 2 to 7. I just need to draw a line from 2 to 7. I have to avoid this first cell, so C line from 2 to 7. And hence I proceed to the last line of this table. I give the caption, kinetic parameters, then I label it, and that can be referred at a later stage. Now I know it's going to be the time. ഈ ടേബിൾ എൻവയൺമെന്റ് ഓക്കെ ആണോ? ഇത് നിങ്ങൾ തന്നെത്താനെ ഒന്ന് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഓൾവേസ് പ്ലീസ് ഡു സ്റ്റാർട്ട് വിത്ത്, സിൻസ് യു ആർ ഓൾ ബിഗിനേഴ്സ്, പ്ലീസ് ഡു സ്റ്റാർട്ട് വിത്ത് എ വെരി സിമ്പിൾ ടേബിൾ. ഒരു സിമ്പിൾ ടേബിൾ എടുത്തു വെച്ച് അതിനകത്ത് നമ്മൾ മൾട്ടി റോസ് മൾട്ടി കോളം ഒക്കെ കൊണ്ടുവരണം. ആൻഡ് അഗൈൻ വൺ മോർ തിങ്, ഈ മൾട്ടി കോളം മൾട്ടി റോ എന്നും വെറുതെ കയറി കമ്പൈൻഡ് ആവില്ല. ഇതൊക്കെ എറർ കാണിക്കുന്ന മെസ്സേജസ് ആണ്. ഈ കമാൻഡിൽ എറർ കാണിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് പാക്കേജ് /use package multi row. ഈ ഒരു പാക്കേജ് ഉണ്ടെങ്കിലേ മൾട്ടിപ്പിൾ റോസ് കമ്പൈൻ ചെയ്യുള്ളൂ. സോ മൾട്ടിപ്പിൾ കോളംസിന് ആ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല, മൾട്ടിപ്പിൾ റോസിനാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. സോ യു ഹാവ് ടു യൂസ് പാക്കേജ് മൾട്ടി റോ. സോ ദാറ്റ് ഈസ് അബൌട്ട് മൾട്ടി റോസ് ആൻഡ് മൾട്ടി കോളംസ്. So the next is some common errors and warnings in compilation. This is very important. Just I will read through this data. Overfull or underfull messages. Overfull and underfull messages /hbox message. നമ്മൾ ചെയ്തു വരുമ്പോൾ ചില കമ്പൈലേഷൻ ഇന്നലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ
നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോമൺ ആയിട്ടുള്ള വാർണിംഗ്, ദിസ് ഇസ് ജസ്റ്റ് എ വാർണിംഗ്, എറർ അല്ല, ദിസ് ഇസ് ജസ്റ്റ് എ വാർണിംഗ്. ഈ വാർണിംഗ് പറയുന്നത് ചിലപ്പം ദർ വിൽ ബി ടു ലിറ്റിൽ മെറ്റീരിയൽ ഇൻ എ ബോക്സ്. നമ്മൾ ഒരു ലാറ്റൊക്കെ നമ്മൾ എന്ത് കമ്പൈൽ ചെയ്യുമ്പോൾ ലാറ്റൊക്കെ ഓരോരോ ബോക്സ് ആയിട്ടാണ് അത് അതിന്റെ ഇന്ന പാർട്ടിൽ കൺസിഡർ ചെയ്യുന്നത്. ചിലപ്പം ദർ വിൽ ബി ടു ലിറ്റിൽ മെറ്റീരിയൽ. സോ അന്നേരം ആണ് അത് പറയുന്നത് അണ്ടർ ഫുൾ വാർണിംഗ് തരുന്നത്. ഇനിയും ചിലപ്പോൾ there will be too much material, so it gives a warning of overfull. ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ആ വാർണിംഗ് ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ കമ്പൈലേഷൻ നടക്കാതിരിക്കില്ല. സോ യു ക്യാൻ ഗെറ്റ് ദ കമ്പൈൽഡ് വേർഷൻ. ദെൻ അൺഡിഫൈൻഡ് കൺട്രോൾ സീക്വൻസ് എന്നുള്ളത് വേറൊരു വാർണിംഗ് ആണ്. ഈ അൺഡിഫൈൻഡ് കൺട്രോൾ സീക്വൻസ് വരുമ്പം ദാറ്റ് മേ ബി ഐദർ ഡ്യൂറിങ് സ്മോൾ ടൈപ്പിംഗ് മിസ്റ്റേക്സ് ദാറ്റ് ക്യാൻ ബി കറക്റ്റഡ്. ചിലപ്പം സ്പെസിഫിക് പാക്കേജസ് മേ നോട്ട് ബി ദെയർ ദാറ്റ് ക്യാൻ ബി ഇൻപുട്ട്. So all these things lead to this undefined control sequence. So that's regarding this common errors and warnings. You can just read through it later. Now, backslash section conclusion. So here you can see that backslash section star acknowledgements. So in the last class itself, I pointed out that anything that comes with a star, with an asterisk, that will not be numbered. അത് ഇക്വേഷൻ എൻവയൺമെന്റ് ആണെങ്കിലും എന്ത് എൻവയൺമെന്റ് ആണെങ്കിലും ഒരു ആസ്ട്രിക് സിമ്പിൾ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ നോട്ട് ബി നമ്പർ. സോ ദാറ്റ് യു ക്യാൻ സീ ഹിയർ. അക്നോളജ്മെന്റ്സ് എന്നുള്ളത് വെറുതെ എഴുതിയിട്ടേ ഉള്ളൂ വിത്തൗട്ട് എനി സെക്ഷൻ നമ്പർ. സോ ദാറ്റ് ഈസ് അവർ ആർട്ടിക്കിൾ വെരി സിമ്പിൾ ആർട്ടിക്കിൾ. സോ ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് ഓടിച്ചു പോയതേ ഉള്ളൂ. ഈ ഒരു ടെക്സ്റ്റ് സോഴ്സ് ഫയലും ഇതിന്റെ PDF ഔട്ട്പുട്ടും ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. സെൻഡ് ചെയ്ത് തരുമ്പോൾ ഈ ഓരോ കമാൻഡും എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനിയും what is the difference between article? ഇനി ബിഫോർ ഗോയിങ് ടു റിപ്പോർട്ട് ഞാൻ അത് പെട്ടെന്ന് കാണിച്ചില്ല നിങ്ങളെ. റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്പം ദിസ് ഇസ് എ സിമ്പിൾ ആർട്ടിക്കിൾ സ്റ്റൈൽ. സാധാരണ രീതിയിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ സ്റ്റൈലാണ്. Suppose you want to type your paper in IEEE format, IEEE TRAN എന്ന് പറഞ്ഞ വേറൊരു ആർട്ടിക്കിൾ ഫോമാറ്റ് ആണ്. I told you there are different article formats. So IEEE TRAN is another article format of IEEE journal papers. So ഞാൻ അത് സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു. നോക്കിക്കേ how it is easily switched over to an IEEE paper format. വളരെ സിമ്പിൾ ആയിട്ട് നമ്മളൊരു ആർട്ടിക്കിൾ എന്നുള്ളതിനെ ഞാൻ ഒരു IEEE ഫോമാറ്റിലേക്ക് സ്വിച്ച് ഓവർ ചെയ്തു ബൈ യൂസിങ് എ വെരി സിമ്പിൾ കമാൻഡ് IEEE TRAN. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? Yes, Can you see? Oh, yes. okay. So this switching over is very simple. So that's what I intend to say. ഇങ്ങനെ ഒന്ന് സ്വിച്ച് ഓവർ ചെയ്യുന്ന യാതൊരു ബുദ്ധിമുട്ടും ഉള്ള കാര്യമല്ല ലാറ്റിക്കിൽ. സോ ഐ ഗെറ്റ് ബാക്ക് ടു മൈ ഒറിജിനൽ സ്റ്റൈൽ. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ, ഞാൻ ദാ ഇവിടെ ആദ്യമേ ഒരു പെർസെൻറ്റേജ് സിമ്പിൾ കൊടുത്തിട്ട് യൂസ് പാക്കേജ് എൽ മാർജിൻ മീൻസ് ലെഫ്റ്റ് മാർജിൻ 5 സെന്റിമീറ്റർ, R മാർജിൻ 1 സെന്റിമീറ്റർ. ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് രണ്ട് ലെഫ്റ്റ് മാർജിനും റൈറ്റ് മാർജിനും കൊടുത്തതേ ഉള്ളൂ. സിമിലർലി യു ക്യാൻ പുട്ട് ടോപ്പ് മാർജിൻ ആൻഡ് ബോട്ടം മാർജിൻ. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ വിശാലമായിട്ട് നീട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മാർജിൻ സൈസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ദാറ്റ് ആർ ഓൾ ഡൺ ത്രൂ ദിസ് പാക്കേജ് കോൾഡ് ജിയോമെട്രി. ഓക്കെ, ഇനി ഇത് ഞാനൊന്ന് സേവ് ചെയ്ത് കമ്പൈൽ ചെയ്ത് കാണിക്കാം. കണ്ടോ അതിന്റെ മാർജിൻ സൈസ് മാറിയത് കണ്ടോ? So this is another feature of LaTeX. At any point of time, if you feel that the margin is not sufficient or it is more than what is required, you can just change that margin style over here. If you use instead L margin and R margin use ചെയ്യുന്നതിന് പകരം if you use margin, if you use വെറുതെ ഒരു മാർജിൻ എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാർജിൻ ഇപ്പൊ ഞാനൊരു ഒരു 0.7 ഇഞ്ച് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് മാർജിൻ സൈസ് വളരെ കുറച്ചു. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ പേജ് നമ്പേഴ്സ് കുറയ്ക്കണം, കുറച്ചുകൂടെ എന്താണ് ഒരു മാക്സിമം കണ്ടന്റ് മിനിമം സ്പേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ മാർജിന്റെ സൈസും മാറ്റാം. സോ ഓൾ ദീസ് ക്യാൻ ബി ഡൺ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം.
any point of time. നമ്മളെല്ലാം പ്രോസസ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും ഇതൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. So that is done through the package called geometry. ഇനി one last thing, report. നമ്മളത് പറഞ്ഞില്ല. So എങ്ങനെ റിപ്പോർട്ട് ആക്കി മാറ്റാം? So of course there is a particular style for report. ഞാൻ ഇപ്പം ചെയ്യുന്നത് ആർട്ടിക്കിൾ എന്നുള്ളത് മാറ്റി റിപ്പോർട്ട് ആക്കി മാറ്റി. So I save it and I am going to compile it. കണ്ടോ, റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് റിപ്പോർട്ടിന്റെ സ്റ്റൈല് മാറി. സാമ്പിൾ റിസർച്ച് ടൈറ്റിൽ, ഓതർ, ഡേറ്റ്, ഓൾ ദീസ് അപ്പിയർ ആസ് എ ഫസ്റ്റ് പേജ്. ഇൻ സെക്കൻഡ് പേജ് അബ്സ്ട്രാക്ട്. ആക്ച്വലി അബ്സ്ട്രാക്ട് ഒന്നും നമ്മുടെ റിപ്പോർട്ടിനകത്ത് വേണ്ട കാര്യമില്ല. ദാൻ ആ ആർട്ടിക്കിളിന്റെ ഫോമാറ്റിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ അബ്സ്ട്രാക്റ്റും കീവേഡ്സും ഒക്കെ വന്നത്. ഇതെല്ലാം ഓരോ പേജായിട്ട് മാറും. കണ്ടൻസ് എന്നുള്ളത് അടുത്ത പേജിൽ പോകും. List of tables will appear in the next page, list of figures in the next page, and then comes introduction. ഇത് ഒന്നിച്ചു പോയത് ഞാൻ ഇവിടെ ചാപ്റ്റർ എന്ന് പറഞ്ഞൊരു കമാൻഡ് കൊടുത്തിട്ടില്ല. ഈ ബിഗിൻ ഡോക്യുമെന്റ്, എൻഡ് ഡോക്യുമെന്റ് ഇതൊന്നും നമുക്ക് വേണ്ട. ഈ ബിഗിൻ ഡോക്യുമെന്റ്, എൻഡ് ഡോക്യുമെന്റ് ഒന്നും വേണ്ട. ഇൻസ്റ്റഡ് എനിക്കിവിടെ /section എന്നുള്ളതിന് പകരം എനിക്ക് ചാപ്റ്റർ എന്നുള്ള കമാൻഡാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ട് എനിക്കൊരു റിപ്പോർട്ടിനകത്ത് വേണ്ടത്. Chapter is a command that is required in a report and that is presented in a particular report style itself. ദാ നോക്കിക്കേ, ഇത് കണ്ടോ. അപ്പൊ ചാപ്റ്റർ എന്നുള്ള ആക്ച്വൽ പ്രസന്റേഷൻ, ആക്ച്വൽ ഫോർമാറ്റ് ഓഫ് റിപ്പോർട്ട് വന്നപ്പം ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് വേറൊരു പേജിലേക്ക് പോയി. എന്നിട്ട് we have chapter 1, then introduction as a chapter heading, then comes section 1 and so on. Okay, the rest everything is as usual. So in this way, you can easily switch over from one document class to another. And in most cases, that switching over is very simple. So depending upon my advice to all of you is, don't just download a particular format from net and try to type in your data into that format. But usually, നമ്മൾ ലാറ്റൊക്കെ പഠിക്കാത്തതിന്റെ ഒരു റീസൺ, നമ്മൾ ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു സാധനം നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ ടെക്സ്റ്റ് ടൈപ്പിംഗ് ചെയ്യും. അപ്പൊ അങ്ങനെ ടൈപ്പിംഗ് ചെയ്ത് കമ്പൈൽ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് പല പാക്കേജസും നമുക്ക് റൺ ആവാതെ വരും. അന്നേരം എറർ കാണിക്കും. അന്നേരമാണ് നമ്മൾ ഈ ലാറ്റക്കിനെ വെറുത്തു പോകുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ഇതുപോലെ വെരി സിമ്പിൾ ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് /ഡോക്യുമെന്റ് ക്ലാസ് ആർട്ടിക്കിളിൽ തുടങ്ങി ബിഗിൻ ഡോക്യുമെന്റ്, എൻഡ് ഡോക്യുമെന്റ്, എന്നിട്ട് അതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ളത് ടൈപ്പ് ചെയ്ത് പോകുവാണെങ്കിൽ എവ്രിതിങ് വിൽ ബി ഇൻ പെർഫെക്റ്റ് ഫോം. So everything will be in perfect form if you start with your own file, if you start writing commands in your own style. So everything will be perfect and LaTeX will not cheat you. Okay, so that's all for today. എനിക്ക് കുറച്ചുകൂടെ നിങ്ങളെ കൊണ്ട് ഒരു സിമ്പിൾ ആർട്ടിക്കിൾ ടൈപ്പ് ചെയ്യിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തപ്പം തന്നെ ഇത്രയും നേരം ആയിപ്പോയി. അപ്പം സമയം ഒരുപാടായി. അതുകൊണ്ട് I shall wind up here. So ഇന്നലത്തെ പോലെ തന്നെ I shall send the source code and output file as well. So please go through it and don't try to start from this complicated side. Just type an abstract, type an introduction and simple things, and then complicated things will automatically follow. And in addition, you can type in your chemical reactions, chemical formula, all these things can also be typed in. ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ അതും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയതാണ്. കെമിക്കൽ ഫോർമുലാസ്, കെമിക്കൽ സിമ്പിൾസ്, കെമിക്കൽ ഫിഗേഴ്സ്, എല്ലാം നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും ബൈ സ്യൂട്ടബിൾ പാക്കേജസ്. കെം ഫോർമുല, CHEMFORMULA, കെം ഫോർമുല ഒരു പാക്കേജ് ആണ്. MHChem, MHCHEM, that is another package. Then Chem Macros is another package. Chem Figure, CHEMFIG, is another package. Please try to explore the packages that are available for LaTeX to type in chemical formulas and chemical reactions. So that's also equally interesting. So that is left as an exercise. എന്നെക്കാട്ടിൽ എനിക്ക് കെമിസ്ട്രി അറിയത്തില്ല, കെമിക്കൽ ഒന്നും എൻ്റെ ഒരു ഏരിയയേ ഇല്ല. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒരെണ്ണമെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ സമയം ഒത്തിരി അഡ്വാൻസ് ചെയ്തു. Okay, so shall we wind up, Anu? Yes, madam. We can wind up. Yes. ഞാൻ പാക്കേജസ് എന്റെ സോഴ്സ് ഫയൽ അയച്ചു തരുന്നതിന്റെ കൂട്ടത്തില് അതും കൂടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാം.
Okay. Okay, ma'am. Oh, okay. So, Amal sir. Yeah. So today's session was on creating a report article and converting it into various formats. I hope all of you have got the basic idea. We'll be sharing the source file as well as the PDF output today itself for all those who have registered, for all those who have filled the attendance link. So once again, I would like to thank Professor Tina for sparing her valuable time with us and explaining everything in detail. On behalf of all of us, I thank you for today's session, madam. Thank you so much. Thank you very much. അപ്പൊ എല്ലാവർക്കും ഒരു ചെറിയ ശതമാനമെങ്കിലും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Definitely, madam. Definitely. Newcomers are, we are getting an idea about the software, and we will definitely make use of it. I think we can plan our project reports, seminar reports, etc. using laptops. Okay. Anyway, thank you, madam. Okay. So thank you all for participating. You can leave now. Thank you. So we will meet tomorrow at 7:30. Yeah, Okay. tomorrow at 7:30 using the same link you can join. Okay. Thank you.